ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളിന്ന് സേബർ സോഡ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഭയങ്കര പവർഫുൾ സോഡാണ്. ഗെയിമിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സോഡെന്നൊക്കെ അറിയപ്പെടുന്ന സോഡാണ് ഗൈസ്. നമുക്കത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ ടാസ്ക്കൊക്കെ ചെയ്യണം ഗൈസ്. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ജംഗിളിൽ ഒരു 5 ബട്ടൺ ഉണ്ട് ഗൈസ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഒന്നാമത്തെ ബട്ടൺ ഇവിടെ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. കണ്ടത് ഗൈസ്, ഇതിൻ്റെ മുകളിലൊരു ബട്ടൺ ഉണ്ട്, ഞങ്ങൾക്ക് കാണാമോയെന്ന് അറിയത്തില്ല. കണ്ട ഗൈസ്, ആ ചാടി ഞാൻ തൊട്ടപ്പോൾ അത് ഗ്രീനായി. അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്, ഇതിൻ്റെ മുകളിൽ നമ്മുടെ മറ്റേ ഫ്രൂട്ട് ഗാച്ചതിൻ്റെ താഴെ കണ്ട ഗൈസ്, അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 ബട്ടണേ, ഇനി 3 ബട്ടണും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. പിന്നെ അടുത്ത ബട്ടൺ കണ്ട് ഈ ഐലൻഡിലാണ് ഗൈസ്. ഈ ഐലൻഡിലാണ് ഈ ഷിപ്പിൻ്റെ ആ സ്ഥലത്തോട്ട് വന്നുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്. കണ്ട അതും ഗ്രീനായി. ഇനിയിപ്പോൾ 3 ബട്ടണായി. ഇനി ഒരു ബട്ടൺ ഇവിടുത്തെ മരത്തിൻ്റെ ബാക്കിലുണ്ട്. കണ്ട ഗൈസ്, ഇവിടുത്തെ മരത്തിൻ്റെ ബാക്കിലുണ്ട്, നമ്മൾ ചാടി തൊട്ടാൽ മതി. ഓക്കെ, 4ാമത്തെ ബട്ടണാണ് എനിക്ക് എവിടെ നിന്ന് ഓർമ്മയില്ലാത്ത ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്, നമ്മുടെ മെയിൻ സ്പോട്ടിൻ്റെ അടുത്തോട്ട് വന്നാൽ മതി ഗൈസ്. അതിന് ഒരു ബുഷിൻ്റെ താഴെ ഒളിച്ചിരിക്കും ഗൈസ്. അപ്പോൾ അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ടോർച്ച് കിട്ടും ഗൈസ്, നമ്മുടെ ഈ കൊസ്റ്റ് ഗീവറിൻ്റെ താഴെ. നമ്മൾ ആ ടോർച്ച് എടുക്കാം ഗൈസ്. ഗൈസ്, ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കും താഴെ, ഇവിടെ പതുക്കെ വീഴണം. ഓക്കെ ഗൈസ്, ഇവിടെ ചെസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്, ഗോൾഡൊക്കെ കിട്ടും. പക്ഷേ ഗോൾഡല്ല, ബെല്ലി കിട്ടും, ബെല്ലി. സോ ഇവിടെ എന്തൊക്കെ എഴുതിയിരിപ്പുണ്ട് ഗൈസ്. ലാൻഡ്സ് ഓഫ് സോഡ് മൈ ഹോം ഡസ് സ്റ്റാൻഡ് ബ്ലാ ബ്ലാ ബ്ലാ. സോ എനിക്കൊന്നും മനസ്സിലാവില്ല എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് ടോർച്ച് എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഡെസേർട്ട് ഐലൻഡിൽ ഒരു ഇതുണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഒരു റൂയിൻ്റെ വീടുണ്ട്, അതിൻ്റെ അകത്തൊരു ഡോറുണ്ട്, അത് നമ്മൾ പൊട്ടിക്കണം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഷിപ്പ് എടുക്കാം ഗൈസ്. 300 ക്യാഷ് കൊടുത്ത് നമുക്ക് ഷിപ്പ് എടുക്കാം. ഇതൊന്ന് പാർപ്പിച്ച് വിടാം ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ ഡെസേർട്ട്. ഈ ഡെസേർട്ടിൽ ഞാൻ ഏത് വീടെന്ന് കാണിച്ചു തരാം ഗൈസ്. കണ്ട ഇവിടെ ഒരു വീട് കണ്ട ഗൈസ്, അവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നത്, ആ വീട്ടിലാണ് നമ്മളിപ്പോൾ പോകേണ്ടത്. അവിടെ ഈ ടോർച്ച് വെച്ച് ഇതുണ്ട് ഗൈസ്. ഗൈസ്, നമുക്ക് ഇതിൻ്റെ അത് കയറി നോക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഗൈസ്, ഗ്രീറ്റിങ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴോട്ട് പോകുമ്പോൾ കണ്ട ഗൈസ്, ഈ ഡോറാണ് നമ്മൾ കത്തിച്ച് പൊട്ടിക്കേണ്ടത്. നമുക്ക് ഈ ടോർച്ച് വെച്ചെടുത്താൽ മതി. ഗൈസ്, കത്തുന്നുണ്ടത്, ഇതിപ്പോൾ തുറക്കുമായിരിക്കും. ആ ഗൈസ്, കത്തി തുറന്നു ഗൈസ്. അകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇഫ് പവർ യു സീക്ക് ബ്ലാ ബ്ലാ ബ്ലാ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നും മനസ്സിലാത്തില്ല ഗൈസ്. ഞാൻ എല്ലാം യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയാണ് ചെയ്യുന്നത് ഗൈസ്. ഗൈസ്, ഈ കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പ് എടുത്ത് നമുക്ക് നേരെ തിരിച്ചു പോകാം. ഇനി നമ്മൾ പോകേണ്ട എവിടെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രോസൺ വില്ലേജിൽ പോകണം. ഫ്രോസൺ വില്ലേജിൽ പോയിട്ട് ഈ കപ്പ് കണ്ടില്ലേ ഗൈസ്, ഈ കപ്പിൻ്റെ അകത്ത് വെള്ളം നിറക്കണം ഗൈസ്. വെള്ളം നിറച്ചിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഷിപ്പ് എടുത്ത് ആദ്യം ഫ്രോസൺ വില്ലേജിൽ പോകാം ഗൈസ്. നമ്മുടെ ഷിപ്പ് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഫ്രോസൺ വില്ലേജ്. നമ്മളിവിടെ പോകണം. ഇവിടെ ഒരു മറ്റേ അബിലിറ്റി ടീച്ചറിൻ്റെ അടുത്ത് ഒരു ഐസിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഗൈസ്. അവിടെ നിന്ന് നമ്മൾ കപ്പ് എടുക്കണം. കണ്ട ഈ ഒരു സീക്രട്ട് ഹോളിനകത്ത് കണ്ട ഗൈസ്, ഇവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ടാകും ഗൈസ്. അത് നമ്മൾ ഈ കപ്പിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വയ്ക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് കപ്പിൽ വെള്ളം കിട്ടും. കണ്ട ഗൈസ്, കിട്ടി ഗൈസ്, കപ്പിൻ്റെ അകത്ത് വെള്ളം കിട്ടി. ഇനി ഈ ഫ്രോസൺ വില്ലേജിൽ തന്നെ ഒരാളുണ്ട്, അതൊരു സിക്ക് മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഏതോ ഒരു വീട്ടിൻ്റെ അകത്തുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം ഈ വീട്ടിൻ്റെ അകത്ത് നോക്കി നോക്കാം ഗൈസ്. ഈ വീടിൻ്റെ അകത്തില്ല, മിക്കവാറും ആ വീട്ടിൻ്റെ അകത്താണ്. അപ്പം ഓക്കെ ഗൈസ്, കണ്ട ഗൈസ്, സിക്ക് മാൻ ഉണ്ട്. അവന് നമ്മൾ ഈ കപ്പ് ഓഫ് വാട്ടർ കൊടുക്കണം. അപ്പോൾ നമുക്കത് കൊടുക്കുമ്പോൾ അവൻ പറയും അവൻ്റെ സണ്ണ് നമ്മളെ സഹായിക്കുമെന്ന്, അവൻ്റെ മോൻ നമ്മളെ സഹായിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മോൻ എവിടെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ മോൻ മറ്റേ പൈററ്റ് വില്ലേജിലാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ മോൻ പൈററ്റ് വില്ലേജിലാണ്. അവിടെ പോയിട്ട് നമ്മൾ അവൻ്റെ നിന്ന് ഗൈസ്, ഞാൻ പോണ വഴിക്ക് ഒരു സാധനം കണ്ട് ഗൈസ്, ഈ റെഡ് കളർ സാധനം. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ഒരു ഉപകാരമുള്ള സാധനമാണോ അല്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ഒരു ഗ്ലിച്ചാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല എന്ത് സാധനമാണെന്ന്. അത് നോക്കാം, നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഇപ്പോൾ പോയിട്ട് തിരിച്ചു പോകാം ഗൈസ്. നമുക്ക് നേരെ പൈററ്റ് വില്ലേജിലോട്ട് പോകാം ഗൈസ്. കണ്ട പൈററ്റ് വില്ലേജ് എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു മോനുണ്ട്, അവൻ ഭയങ്കര റിച്ചാണ്. അവൻ റിച്ചായിട്ട് എന്താണ് അവൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഗൈസ്, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ വീടിൻ്റെയൊക്കെ ബാക്കിലാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് കയറി നോക്കാം. ഗൈസ്, ഇതാണ് ആ സിക്ക് മാൻ്റെ മോൻ, റിച്ച് മാൻ. അവൻ്റെ മോൻ പണക്കാരൻ, പക്ഷെ അവൻ പാവപ്പെട്ടവനായിട്ടൊരു വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നു ഗൈസ്. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മൈ ഫാദർ ബട്ട് മോബ് ലീഡർ ഹാസ്. ഗൈസ്, ഇവർ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അച്ഛനെ സഹായിച്ചതിൽ നന്ദിയുണ്ട്, പക്ഷേ ഒരു മോബ് ലീഡർ എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ പൈസ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഗൈസ്. അപ്പോൾ ആ മോബ് ലീഡറെ നമുക്ക് പോയി ഡിഫീറ്റ് ചെയ്യണം. അപ്പോൾ ഇവൻ നമ്മളെ റിവാർഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് റിവാർഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്.
മോബ് ലീഡറിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ റൈറ്റ് തിരിഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. കണ്ട ഗൈസ്, ഒരു ചെറിയ ഐലൻഡാണ് ഇത്. അതിൻ്റെ അകത്തൊരു കുട്ടപ്പനെ കണ്ട ഗൈസ്, ചെറുത് വേണം. നമുക്ക് സിമ്പിളായിട്ട് കൊല്ലാം. നമ്മുടെ മാഗ്മേൻ്റെ ഫ്രൂട്ടൊക്കെ ഉള്ളത് നമുക്ക് ഹാക്കി ഓണാക്കാം ഗൈസ്. ഹാക്കി ഓണാക്കുമ്പോൾ നമ്മുടെ ഡാമേജ് കൂടും ഗൈസ്. ഹാക്കി ഓണാക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ മാഗ്മ വെച്ചിട്ട് ഇവനെ ഇപ്പോൾ കൊല്ലാം ഗൈസ്. ആദ്യം മാഗ്മ ക്ലാപ്പ്, എന്നിട്ട് മാഗ്മ ഇറപ്ഷൻ, എന്നിട്ട് മാഗ്മ ഫിസ്റ്റ്, എന്നിട്ട് നമുക്ക് മാഗ്മ ഫ്ലോർ. അയ്യോ ഗൈസ്, മാഗ്മ ഫ്ലോർ അൺകൺട്രോളബിൾ പോകുന്നുണ്ട്. ഒന്നും കൂടി അയ്യോ മാഗ്മ ക്ലാപ്പ് ഇടാം, എന്നിട്ട് മാഗ്മ ഇറപ്ഷൻ ഇടാം. ഗൈസ് അവൻ്റെ പകുതി ഹെൽത്ത് പോയിട്ടുണ്ട്. മാഗ്മ ഫ്ലോർ ഇടുമ്പോൾ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനി മാഗ്മ ഫിസ്റ്റും കൂടി വയ്ക്കാം ഗൈസ്. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ടോക്ക് ടു ദ റിച്ച് മാൻ എന്നാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ റിച്ച് മാൻ്റെ അടുത്തോട്ട് പോവാം. എന്താ മാക്സ് പ്ലെയേഴ്സൊക്കെ ഫസ്റ്റിൽ നിൽക്കുന്നത്, അതൊന്നും നോക്കണ്ട, നമുക്ക് നേരെ പൈററ്റ് വില്ലേജിൽ പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്ത് തരുമെന്ന് നോക്കാം. ഓക്കെ, അവൻ്റെ പക്ഷേ അവൻ്റെ മണി തിരിച്ചു കൊടുത്തതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റിവാർഡ് വന്നു കഴിഞ്ഞാൽ ഈ റെലിക്കാണ്. ഈ റെലിക്കിൻ്റെ ഉപകാരം എന്തെന്ന് പറഞ്ഞാൽ ഈ ഷാങ്ക്സ് ഇരിക്കുന്ന റൂമിൻ്റെ അകത്തോട്ടുള്ള കീ ആണ് ഗൈസ് ഈ റെലിക്ക്. അപ്പോൾ നമുക്ക് നേരെ ഇനി ജംഗിളിലോട്ട് പോകാം ഗൈസ്. വീണ്ടും ഒന്നുകൂടി ബോട്ടൊക്കെ ഇടിക്കാം. നമ്മൾ പണക്കാരനല്ലേ, 1,50,000 രൂപയൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് 300 രൂപയൊക്കെ ഒരു പ്രശ്നമല്ല ഗൈസ്. ഒരു ജംഗിളിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജംഗിളിൽ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ഗാച്ചൻ്റെ താഴെ തന്നെ ഗൈസ്, ഷാങ്ക്സിൻ്റെ അവിടെ ഒരു കുരിശിൻ്റെ സിമ്പൽ കാണും ഗൈസ്. കണ്ട ഗൈസ്, ഒരു കുരിശിൻ്റെ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചെടുക്കണം. ഓക്കെ, നമുക്ക് വെച്ചെടുക്കാം ഗൈസ്. അയ്യോ, ദ എൻട്രൻസ് റിജക്ട്സ് യു, യു ആർ നോട്ട് റെഡി ആയിട്ടെന്നാ. അയ്യോ ഗൈസ്, ഞാൻ ഒരു കാര്യം മറന്നുപോയി ഗൈസ്. നമ്മൾ ഈ ക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിക്വയർമെൻറ്റ് ഉണ്ട് ഗൈസ്. 200 ലെവലാണ് ഗൈസ്. ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പോവാം ഗൈസ്. വരൂ. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ 200 എങ്ങനെയെങ്കിലും കാണാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഡിസ്കോഡ് സെർവറൊക്കെ തുടങ്ങി അതിൽ റോബക്സ് ഒക്കെ ഗീവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് കാണും. നിങ്ങളെല്ലാവരും ഡിസ്കോഡിലൊക്കെ ജോയിൻ ആവാം ഗൈസ്. ഓക്കെ ഗൈസ്, 200 ലെവലായിട്ടുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് ഗൈസ്. വെറുതെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് 3 ലക്ഷത്തിന് അടുപ്പിച്ച് പൈസ കിട്ടി ഗൈസ്. ഷാങ്ക്സ് തന്നെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. സേബർ എക്സ്പേർട്ട് എന്നാണ് ബ്ലോക്ക് സൂട്ടിലെ പേര്. നമുക്ക് കൊല്ലാം ഗൈസ്. ഇവൻ കുറച്ച് പവർഫുൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് എല്ലാം അബിലിറ്റിയൊക്കെ ഇട്ട് അവനെ അടിക്കാം ഗൈസ്. നമ്മൾ ഡാർക്ക് സ്റ്റെപ്പൊക്കെ വെച്ച് അടിക്കാം. ഓക്കെ ഗൈസ്, അവൻ ഇപ്പോൾ ചാവും ഗൈസ്. ഗൈസ്, അവൻ്റെ ഒരു അടിയിൽ എൻ്റെ പകുതി ഗൈസ്, അവൻ്റെ ഒരു അടിയിൽ എൻ്റെ പകുതി എഴുത്ത് പോയി. അയ്യോ ഗൈസ്, അവന് വാളിൻ്റെ അകത്തൂടെയൊക്കെ അടിക്കാൻ പറ്റുന്നു ഗൈസ്. എന്ത് പവറാണോ അതൊക്കെ ഗൈസ്. നമുക്ക് ഒന്നുകൂടി പോകാം. നെവർ ഗീവ് അപ്പ്. നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി പോകാം. അവൻ്റെ ഹെൽത്ത് റീജൻ ആവും ഗൈസ് പെട്ടെന്ന് നമ്മൾ ചാവുമ്പോൾ തന്നെ. ഈ മാഗ്മ ഫ്ലോർ ഇട്ട് കൊല്ലാൻ നോക്കാം ഗൈസ്. അയ്യോ ഗൈസ്, ഒരു അടിയിൽ എൻ്റെ ഞാൻ വിചാരിച്ച പോലെ സിമ്പിളായിരുന്നില്ല ഗൈസ്. കാലയിലൊക്കെ ഹെൽപ്പൊക്കെ വേണം, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഓരോ അടിയും സൂക്ഷിച്ചടിച്ചാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, അവന് പകുതി ഹെൽത്ത് ഏകദേശം പോകും ഗൈസ്. ഇപ്പോൾ പകുതി ഹെൽത്തെങ്കിലും പോയാൽ മതി ഗൈസ്. നമുക്ക് ഉള്ള അബിലിറ്റി എല്ലാം ഇടാം. എന്തായാലും അവന് പുറത്ത് വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. അതായത് അറിയാതെ അടുത്തിരിക്കുന്ന ഒരുത്തൻ അടിച്ച് ഗൈസ്. അവൻ ഇപ്പം എന്നെ PvP നിൽക്കുന്നു. എൻ്റെ പൊന്നോ, മനുഷ്യൻ സമാധാനമായിട്ട് കൊല്ലാൻ സമ്മതിക്കത്തില്ല. അറിയാതെ അടിച്ചാണ് ഗൈസ്. അവന് ലൈറ്റ് ഫ്രൂട്ടൊക്കെ കൊണ്ട് തന്നെ അത് വെച്ച് കൊന്നു ഗൈസ്. പെട്ടെന്ന് ഷാങ്ക്സിനെ കൊല്ലാം ഗൈസ്. അവൻ നമ്മളെ സഹായിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ്, അവൻ നമ്മളെ സഹായിച്ചു. നമുക്ക് മൈ ഗോഡ്, സേവേഴ്സ് കൊണ്ട് കിട്ടി ഗൈസ്. എൻ്റെ പൊന്നു, കളറൊക്കെ നമുക്ക് ഹാക്കി ഇടുമ്പോൾ എൻ്റെ കളറൊക്കെ മാറും, ബ്ലാക്കൊക്കെ ആവും. അതിൻ്റെ ഇത് കണ്ടോ, ഹാൻഡിൽ കണ്ടോ? സെറ്റ് സോഡ് ഗൈസ്. ഇതൊക്കെ 3rd C വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഗൈസ്. അത്രയ്ക്കും പവർഫുൾ ആണത്. സാധാ സോഡൊന്നും അല്ല. നമുക്ക് മങ്കിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് മങ്കിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ആ വെട്ടൻ കുത്തൻ്റെ രീതികളെ കണ്ടില്ല, അടിപൊളി. ഇതിൽ സ്റ്റാറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഡാമേജ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഭയങ്കര ഡാമേജാണ് ഈ സാധനത്തിന്. സ്റ്റാറ്റ്സ് ഞാൻ കൊടുത്തിട്ടില്ല സോഡിൽ. അപ്പോൾ ഗൈസ്, സേബർ സോഡൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ നോക്കാം ഗൈസ്. 2 അബിലിറ്റി ഉണ്ട് ഗൈസ്. ഡെഡ്ലി റഷും ട്രിപ്പിൾ സ്ലാഷൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാം. അപ്പം വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. സേബർ സോഡ് അൺലോക്ക് ആക്കുന്നതാണ് എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ ഗൈസ്. പിന്നെ ആരും എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ആവാൻ മറക്കല്ലേ ഗൈസ്. കാരണം ഞാൻ അത്രയ്ക്ക് ഒരുപാട് റോബക്സൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. കുറേ റോബക്സൊക്കെ ഞാൻ ഗീവ് അവേ ചെയ്യും ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ ഗൈസ്.